ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിന്റെ കവാടങ്ങൾ 8. എന്നാൽ സ്വർഗവും 8 തന്നെയാണ്. സ്വർഗവും 8, സ്വർഗത്തിന്റെ കവാടവും 8. സ്വർഗം 8. 8 സ്വർഗത്തിലും 8 കവാടങ്ങൾ ഉണ്ടാകും. ഓരോ സ്വർഗത്തിലേക്കും കടന്നു പോകുന്നവർ അതാതു കവാടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, തബാനിയതു ജിനാൻ, 8 സ്വർഗങ്ങളാണ് അത്രേ അല്ലാഹു സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. 1-ാം സ്വർഗത്തിന്റെ പേര് ദാറുൽ ജലാൽ. ദാറുൽ ജലാൽ എന്നാണ് ഈ സ്വർഗത്തിന്റെ പ്രത്യേകത. അത് മിൻ ലുഅ്ലുഇൻ അബിയൽ, വെള്ളമുത്തിനാലാണ് ഈ സ്വർഗം അല്ലാഹു പണി കഴിപ്പിച്ചിരിക്കുന്നത്. കാബൂസിന്റെ കൊട്ടാരം കണ്ടോ ആരെങ്കിലും? സുൽത്താൻ കാബൂസിന്റെ കൊട്ടാരം കണ്ടിടോ? ഇല്ല. രാജാക്കന്മാരുടെ കൊട്ടാരൊക്കെ അതിന്റെ അകത്തലങ്ങളിൽ പല അലങ്കാരങ്ങളും ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിക്കോ നിങ്ങൾ, ഭൂമിയിൽ അല്ലാഹു ഇങ്ങനെ നമുക്ക് തന്നിട്ടില്ല. കാരണം നമ്മളെ ശിക്ഷയെന്നോണം അല്ലാഹു ഇറക്കിയ മണ്ണാണിത്. പിതാവിന് ശിക്ഷയെന്നോണം ആദം അലൈഹിസ്സലാമിനെ ഇറക്കിയതാണ്. സ്വർഗം 1-ാം കവാടം ദാറുൽ, 1-ാം സ്വർഗം ദാറുൽ ജലാൽ. ആ ജലാലിന്റെ ജലാൽ എന്ന് പറയുന്ന സ്വർഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ദാറുൽ ജലാൽ എന്ന സ്വർഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മിൻ ലുഅ്ലുഇൻ അബിയൽ, വെള്ളമുത്തിനാലാണ്. മുത്ത് കണ്ട ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? മുത്ത് കണ്ടവരുണ്ടോ? മുത്ത് കണ്ടവരുണ്ടോ? തസ്ബീമാലിന്റെ മുത്തല്ല, മുത്ത് കണ്ടിട്ടുണ്ടോ? അത് തസ്ബീമാലിൽ ഇങ്ങനെ അത് തസ്ബീഹിന്റെ ഒറിജിനൽ മുത്ത് കണ്ട ഒരാൾ എന്റെ ബാക്കിലിരിക്കട്ടെ. ഞാനും കണ്ടിട്ടില്ല. ഇത് പറഞ്ഞു തരാൻ പോലും എനിക്കറിയില്ല, അർത്ഥം വെക്കുവാനല്ലാതെ. മിൻ ലുഅ്ലുഇൻ അബിയൽ, വെള്ളമുത്തിനാലാണ് ദാറുൽ ജലാൽ എന്ന സ്വർഗം. ആരാ ഇത് പറയണ? ഭൂമിയെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചറപ്പിച്ചറം, സൂര്യനെ തീ കൊണ്ട് ആളി കത്തിച്ച് ജ്വലിപ്പിച്ചു നിർത്തുന്ന പടച്ചറം, നരകത്തെ വലിയ വലിയ തീക്കട്ടകൾ കൊണ്ട് സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ, ചൊവ്വയിൽ ഭൂമിയെക്കാളും തണുപ്പ് കൂടുതലായി സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ, ചന്ദ്രനിൽ ഭൂമിയെക്കാളും ആകർഷണ ബലം 1/6 ആക്കി സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ. നിങ്ങളെല്ലാം ഒരേമാതിരിയല്ലല്ലോ, എല്ലാം ഒരേമാതിരി, ഒക്കെ വ്യത്യസ്തമാണ്. എന്താ ഇതൊക്കെ ഒരാൾ ഉണ്ടാക്കിയതാണ്, മനുഷ്യനെ ചിന്തിക്കാൻ അല്ലാഹു ചെയ്തൊരു സംവിധാനമാണ്. എന്നാൽ ഈ ദാറുൽ ജലാൽ എന്ന സ്വർഗം മിൻ ലുഅ്ലുഇൻ അബിയൽ, വെള്ളമുത്തിനാലാണ്.